Hello my dear friends, welcome to our channel. ഞാൻ സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമുക്കൊരു 4 മണി പലഹാരത്തെ പരിചയപ്പെട്ടാലോ. ഉള്ളി കൊണ്ടുള്ള പക്കോടയാണ്, ഒണിയൻ പക്കോട എന്ന് പറയും. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണിത്. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു ഗ്ലാസ് ചായയോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവത്തെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കണ്ട. നമ്മുടെ ഉള്ളി കൊണ്ടുള്ള ഈ പക്കോട ഉണ്ടാക്കിയാൽ മതി. വളരെ ടേസ്റ്റിയാണ്, വളരെ ക്രിസ്പിയാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ വളരെ ക്രിസ്പിയാണെന്ന്. അപ്പൊ വളരെ ക്രിസ്പിയായ ഈ പക്കോട ഉണ്ടാക്കാൻ ആകെ ഒരു 5 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ പക്കോട 2 സവാള എടുത്താണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സവാള നല്ല ഫൈനായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അരിഞ്ഞു വെച്ച സവാള നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ സവാള ഈ ഒരു ഷേപ്പിലൊക്കെ അല്ലേ കിടക്കുന്നത്. അത് വേറെ വേറെ ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൈവച്ച് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് സവാള നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് ഈ സവാള അടച്ചങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് സമയം ഇങ്ങനെ റെസ്റ്റ് കൊടുക്കണം. അപ്പോഴത്തേക്കും ഇതിൻ്റെ ജ്യൂസൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നോളും. 10 മിനിറ്റിന് ശേഷം ഇതിൻ്റെ നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചേർക്കുന്നത് ഒരു പച്ചമുളക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞു വെച്ചതാണ്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പിടി കറിവേപ്പിലയാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് ഗരം മസാല, ഒരു 2 പിഞ്ച് കായാണിത് നമ്മുടെ സാമ്പാറിൻ്റെ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ഞാൻ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്, നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടി, 1 കപ്പ് കടലപ്പൊടി. എല്ലാ ഇൻഗ്രീഡിയൻസും കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇതുവരെ ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഉള്ളിയുടെ നീര് തന്നെയാണ് വെള്ളത്തിൻ്റെ അംശമായിട്ട് ഇപ്പം ഇതിലുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് നല്ലപോലെ കുഴച്ചിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഡ്രൈ ആയിട്ടാണുള്ളത്, കൂടുതൽ ചേർക്കണ്ട. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററിൽ നിന്നും കുറേശ്ശെയായിട്ട് എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുള്ളി നുള്ളി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൊടുക്കേണ്ടത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമാണ് കൊടുക്കേണ്ടത്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്കിത് എടുക്കാം. പക്കോടകളെല്ലാം നല്ല ഗോൾഡൻ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി കൊണ്ടുള്ള പക്കോടകളെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇത്തിരി കറിവേപ്പില അതിന്റെ മുകളിലായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടതേ ഉള്ളൂ. അപ്പോൾ വളരെ ക്രിസ്പിയായ ഈ പക്കോടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇതിരിക്കുന്നത്. വൈകുന്നേരം ഒരു ഗ്ലാസ് ചായയും വെച്ച് ഈ പക്കോട ഉണ്ടാക്കി മഴയുണ്ടെങ്കിൽ മഴയൊക്കെ കണ്ടുകൊണ്ട് കഴിക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ. നമ്മുടെ നാട്ടിൻപുറത്തിന്റെ ഭക്ഷണശീലങ്ങളാണ് ഇവയൊക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.